എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ IPL 2026ന്റെ പോരാട്ടഭൂമിയായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ മൈതാനത്ത് റണ്ണുകളുടെ പെരുമഴ പെയ്ത തീപ്പൊരി പോരാട്ടത്തിനാണ്. എന്നാൽ മത്സരാന്ത്യം നടന്ന സമ്മാനദാന ചടങ്ങ് കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകളെ അക്ഷരാർത്ഥത്തിൽ ഈറനണിയിച്ചിരിക്കുകയാണ്. വെറും 40 പന്തിൽ 75 റൺസ് അടിച്ചുകൂട്ടി ക്യാപ്റ്റന്റെ വീര്യത്തോടെ ടീമിനെ വിജയത്തിലെത്തിച്ചതിന് തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കി വെക്കാതെ പരാജയഭാരത്താൽ മൈതാനത്ത് വെച്ച് തന്നെ വിതുമ്പിക്കരഞ്ഞ രാജസ്ഥാന്റെ 15 വയസ്സുകാരനായ കൊച്ചു താരം വൈഭവ് സൂര്യവംശിക്ക് അദ്ദേഹം അത് കൈമാറുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടത്. ഇന്ന് രാഹുൽ കാണിച്ച മാതൃകയും വൈഭവിനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മത്സരം അവസാനിക്കുകയും ഡൽഹി ക്യാപിറ്റൽസ് വിജയമുറപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ചരിത്രപരമായ ആ സമ്മാനദാന ചടങ്ങ് ആരംഭിച്ചത്. തന്റെ മാസ്മരിക ഇന്നിംഗ്സിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ KL രാഹുലിനെ ഔദ്യോഗികമായി വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഹർഷാരവങ്ങളാൽ മുഖരിതമായിരുന്നു. എന്നാൽ ആ വിജയത്തിന്റെ തിളക്കത്തിനിടയിലും രാഹുലിന്റെ മനസ്സിൽ ഒരു യുവതാരത്തിന്റെ വേദനയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. തിളങ്ങുന്ന മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയും ചെക്കും ഏറ്റുവാങ്ങിയ ഉടനെ സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അദ്ദേഹം മൈക്ക് കയ്യിലെടുത്തു. എന്നിട്ട് വെറും 4 റൺസിന് പുറത്തായതിന്റെ സങ്കടത്തിലും കണ്ണീരിലും മുങ്ങി നിൽക്കുകയായിരുന്ന രാജസ്ഥാന്റെ 15 വയസ്സുകാരനായ നക്ഷത്രം വൈഭവ് സൂര്യവംശിയെ അദ്ദേഹം വേദിയിലേക്ക് വിളിച്ചു. തന്റെ പരാജയത്തിന്റെ നാണക്കേടിൽ വിറങ്ങലിച്ച് മടിച്ചു വേദിയിലേക്ക് കയറി വന്ന ആ 15-കാരനെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ രാഹുൽ ചേർത്ത് പിടിച്ചു. യാതൊരു മടിയും കൂടാതെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തനിക്ക് ലഭിച്ച ആ വിലപ്പെട്ട പുരസ്കാരം രാഹുൽ വൈഭവിന്റെ കുഞ്ഞു കൈകളിലേക്ക് വെച്ചുകൊടുത്തു. അങ്ങേയറ്റം വികാരാധീനനായും എന്നാൽ എല്ലാവർക്കും പ്രചോദനമേകുന്ന ഗാംഭീര്യമുള്ള സ്വരത്തിൽ രാഹുൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിന് ശേഷം ഔദ്യോഗികമായി റെക്കോർഡ് ബുക്കുകളിൽ രേഖപ്പെടുത്താൻ ഈ പുരസ്കാരം എനിക്ക് നൽകപ്പെട്ടേക്കാം. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള വിശ്വാസം ഇതാണ്: ക്രിക്കറ്റ് എന്ന ഈ മഹത്തായ കളി വെറും സ്കോർ ബോർഡിലെ അക്കങ്ങളോ റണ്ണുകളുടെ കണക്കുകളോ മാത്രമല്ല. ഒരു കളിക്കാരന്റെ ആന്തരിക വീര്യം, അവന്റെ നിരന്തരമായ പോരാട്ടം, ക്യാമറകൾക്ക് പിന്നിൽ അവൻ നിസ്വാർത്ഥമായി ഒഴുകുന്ന വിയർപ്പ്, അതിലാണ് ഈ കളിയുടെ യഥാർത്ഥ ആത്മാവ് കുടികൊള്ളുന്നത്. വൈഭവിന്റെ കണ്ണുകളിലേക്ക് നോക്കി രാഹുൽ തുടർന്നു, വൈഭവ്, ഇന്ന് നീ ഔട്ടായി മടങ്ങുമ്പോൾ മൈതാന മധ്യത്തിൽ വെച്ച് നിന്റെ പരാജയത്തിൽ നീ വിതുമ്പുന്നതും കണ്ണീരൊഴുകുന്നതും ഞാൻ കണ്ടു. നിന്നെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എന്റെ കരിയറിന്റെ തുടക്കകാലത്തെ കടുത്ത പ്രതിസന്ധികൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. റണ്ണുകൾ നേടാനാകാതെ പരാജയങ്ങളുടെയും വിമർശനങ്ങളുടെയും നടുവിൽ ഞാനും വന്ന് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നീ ഒരിക്കലും മറക്കരുത്, നിനക്ക് വെറും 15 വയസ്സേ ആയിട്ടുള്ളൂ. മറ്റു കുട്ടികൾ സ്കൂൾ പഠനത്തിൽ മുഴുകുന്ന ഈ ചെറിയ പ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഗ്ലാമറസ് ആയ, അത്യധികം മാനസിക സമ്മർദ്ദമുള്ള IPL വേദിയിൽ നീ ഇതിഹാസങ്ങളോട് ഏറ്റുമുട്ടുകയാണ്. ഇതൊരു ചരിത്രപരവും അഭിമാനകരവുമായ വലിയൊരു നേട്ടമാണ്. രാഹുലിന്റെ വാക്കുകളിൽ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ കരുതലുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ചെറിയ പരാജയം നീ ഒരു അവസാനമായി കാണരുത്. ഇത് നിന്നെ തളർത്താനോ ദുർബലനാക്കാനോ വന്നതല്ല, മറിച്ച് നിന്റെ ശോഭനമായ ഭാവിക്ക് കരുത്തേകാനും നിന്നെ ഒരു ഉരുക്കുപോലെ വാർത്തെടുക്കാനും വന്നതാണ്. ഈ പുരസ്കാരവും ബഹുമതിയും ഒരു ജ്യേഷ്ഠന്റെ സ്നേഹവും അചഞ്ചലമായ പിന്തുണയുമായി എന്റെ വകയുള്ള ഒരു ചെറിയ പ്രോത്സാഹനമാണ്. ഇതെന്നും നിന്റെ കൈകളിലുണ്ടാകണം. തിരിഞ്ഞു നോക്കുമ്പോൾ നീ എപ്പോഴും ഓർക്കണം, നിന്റെ അസാമാന്യമായ പ്രതിഭയ്ക്ക് നിന്റെ ടീമായ രാജസ്ഥാൻ റോയൽസിന് മാത്രമല്ല, എതിർ ടീമിലെ ഞങ്ങൾക്കും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ലോകം മുഴുവനും അടിയുറച്ച വിശ്വാസമുണ്ട്. നീ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള കുതിരയാണ്. ഇന്നത്തെ ഈ കണ്ണീർ നാളത്തെ നിന്റെ മഹത്വത്തിന്റെ മഷിയായി മാറും. രാഹുലിന്റെ ഈ അതുല്യമായ ഹൃദയവിശാലതയും സ്പോർട്സ്മാൻ സ്പിരിറ്റും കണ്ട് സ്റ്റേഡിയം മുഴുവൻ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ദീർഘനേരം കൈയടിച്ചു. രാഹുൽ വൈഭവിന്റെ കണ്ണുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, 4 റൺസിന് ഔട്ടായി എന്നത് റെക്കോർഡ് ബുക്കുകളിൽ ഉണ്ടായേക്കാം. പക്ഷെ നീ കളിച്ച ആ ആദ്യ ഷോട്ടുകളിലെ നിർഭയത്വം ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ സ്റ്റാർ നീയാണെന്ന് ആ നിമിഷം തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു പ്രൊഫഷണൽ കളിക്കാരന്റെ ജീവിതത്തിൽ ഇത്തരം വലിയ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ ഈ കണ്ണീർ തുടച്ചുമാറ്റി അവയെ തന്റെ ഏറ്റവും വലിയ കരുത്താക്കി മാറ്റുന്നവനാണ് ഒടുവിൽ ചരിത്രം സൃഷ്ടിക്കുന്നത്. ഈ അവാർഡ് നിന്റെ ട്രോഫി ക്യാബിനറ്റിൽ ഏറ്റവും മുന്നിൽ തന്നെ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും നീ ദുർബലനാകുകയോ ഭാഗ്യം നിന്നെ തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ പുരസ്കാരം കണ്ട് നീ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാർ നിന്റെ ഗംഭീരമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്ന്. ഓർക്കുക വൈഭവ്, മത്സരം തോൽക്കുകയോ ഔട്ടാകുകയോ അല്ല മോശം, തോൽവി സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നീ ജന്മനാ ഒരു ഫൈറ്ററാണ്. അടുത്ത മത്സരത്തിൽ ഇതേ ജയ്പൂർ മൈതാനം നിന്റെ ബൗണ്ടറികളുടെ ശബ്ദത്താൽ മുഖരിതമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ ഈ മാന്ത്രികവും പ്രചോദനമേകുന്ന ഈ വാക്കുകൾ വൈഭവ് സൂര്യവംശിയുടെ തകർന്നടിഞ്ഞ ആത്മവിശ്വാസത്തെ വീണ്ടും ആകാശത്തോളം ഉയർത്തുക മാത്രമല്ല, പരാജയത്താൽ നിരാശരായിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ഡ്രസ്സിംഗ് റൂമിലും പുതിയൊരു പോസിറ്റീവ് ഊർജ്ജവും ആത്മവിശ്വാസവും നിറച്ചു. ഒരു മികച്ച കളിക്കാരൻ റൺസ് നേടുന്നവൻ മാത്രമല്ല, മറിച്ച് അടുത്ത തലമുറയുടെ സ്വപ്നങ്ങൾ ചിതറിപ്പോകുന്നതിന് മുൻപ് അവരെ താങ്ങി നിർത്തുന്നവനാണ് KL രാഹുൽ ഇന്ന് തെളിയിച്ചു കാണിച്ചു. ഏതൊരു വലിയ ട്രോഫിയേക്കാളും വ്യക്തിഗത റെക്കോർഡുകളെക്കാളും എത്രയോ വലുതാണ് അദ്ദേഹം ഇന്ന് കാണിച്ച ഈ മാതൃകയെന്ന് ക്രിക്കറ്റ് വിദഗ്ധരും നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നു. അദ്ദേഹം
വെറുമൊരു മത്സരം ജയിക്കുക മാത്രമല്ല, പകരം തകർന്നടിയുമായിരുന്ന 15 വയസ്സുകാരന്റെ ആത്മവിശ്വാസത്തെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്തുകയും ലോകത്തിനു മുന്നിൽ അവനെ അഭിമാനിയാക്കുകയും ചെയ്തു. സ്വന്തം വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ വേദനയും നിരാശയും പൂർണ്ണ അനുഭാവത്തോടെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ലീഡറെന്ന് രാഹുൽ ഇന്ന് അടിവരയിട്ടുറപ്പിച്ചു. തന്റെ പരാജയത്തിൽ ആത്മനിന്ദയുടെയും നിരാശയുടെയും ഇരുട്ടിൽ മുങ്ങിയിരുന്ന വൈഭവ് സൂര്യവംശിയുടെ മുഖത്ത് ഈ സ്നേഹപ്രകടനത്തിന് ശേഷം ശാന്തവും മനോഹരവുമായൊരു പുഞ്ചിരി വിടർന്നു. ആ ഈറനണിഞ്ഞ കണ്ണുകളിൽ വീണ്ടും പഴയ പോരാട്ടവീര്യവും ആത്മവിശ്വാസവും തിരികെ വന്നു. IPL 2026 മുഴുവൻ സീസണിലെയും ഏറ്റവും മനോഹരവും കരുത്തുമുള്ള ദൃശ്യമായി ഇത് മാറിക്കഴിഞ്ഞു. മൈതാനത്തെ ടീമുകൾ പരസ്പരം പോരിടുമ്പോഴും കായിക സ്പിരിറ്റിന്റെയും ബഹുമാനത്തിന്റെയും കാര്യത്തിൽ നാം എല്ലാവരും ഒറ്റ കുടുംബമാണെന്ന് ഈ സംഭവം ലോകത്തെ ഓർമ്മിപ്പിച്ചു. മനുഷ്യത്വവും സഹാനുഭൂതിയുമാണ് കളിയുടെ യഥാർത്ഥ ആത്മാവെന്ന് രാഹുൽ കാണിച്ചു തന്നു. എന്തായാലും KL രാഹുലിന്റെ ഈ ഹൃദയവിശാലതയും വൈഭവ് സൂര്യവംശി എന്ന കൊച്ചു ചാമ്പ്യന് തനിക്ക് ലഭിച്ച ഈ വമ്പൻ സുന്ദുണയെയും നിങ്ങൾ വ്യക്തിപരമായി എങ്ങനെ നോക്കിക്കാണുന്നു? തന്റെ ബാറ്റ് കൊണ്ടെന്ന പോലെ ഈ മഹത്തായ പെരുമാറ്റം കൊണ്ടും രാഹുൽ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം എന്നേക്കുമായി കീഴടക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോടൊപ്പം ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത ഹിറ്റ്മാനായോ അല്ലെങ്കിൽ ഒരു വലിയ മാച്ച് വിന്നറായോ മാറാൻ കേൾപ്പുള്ള ആ തീപ്പരി വൈഭവിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ടതും ശക്തിസന്ധവും തികച്ചും നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ റെസ്പെക്ട് KL രാഹുൽ എന്ന് രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ ചിന്തകളാണ് ഈ വേദിയിലെ ഞങ്ങളുടെ യഥാർത്ഥ കരുത്ത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.